അങ്ങനെ 2025 IPLൻ്റെ അവസാന സീസണുകളിലേക്ക് അവസാന മത്സരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വീറും വാശിയോടും തന്നെയാണ് ഇരു ടീമുകളും ഇന്നത്തെ പ്രകടനം കാഴ്ചവെച്ചത്. ആദ്യമായിട്ട് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു തകർപ്പൻ ബാറ്റിംഗ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. മുംബൈയുടെ വളരെ മികച്ച ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഓപ്പണിംഗ് ഇറങ്ങിയ രോഹിത് ശർമ്മ 81 റൺസ് സ്വന്തം, അതുപോലെ തന്നെ ബേസ്റ്റോ 47, സൂര്യകുമാർ യാദവ് 33, തിലക് വർമ്മ 25, ഹാർദിക് പാണ്ഡ്യ 22. അവരെ ഇറങ്ങിയ എല്ലാവരും തന്നെ നല്ല രീതിയിൽ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. മുംബൈക്ക് വേണ്ടി 228 റൺസ് 20 ഓവറിൽ നല്ലൊരു ബാറ്റിംഗ് തന്നെ മുംബൈയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് ആയാലും നല്ല രീതിയിൽ തന്നെ പൊരുതി കേട്ടോ. ഇത് എലിമിനേഷൻ റൗണ്ട് ആയിരുന്നു ഗുജറാത്തിന്, അതുപോലെ തന്നെ മുംബൈക്കും. വിജയിക്കുന്ന ടീമിന് അടുത്ത ക്വാളിഫയർ 2ലേക്ക് കയറാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഗുജറാത്തിനെ മറികടന്ന് മുംബൈ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഉണ്ടായത്. 208 റൺസാണ് ഗുജറാത്തിന് എടുക്കാനായുള്ളൂ. 208ൽ 20 ഓവറിൽ അവർ കളി അവസാനിപ്പിക്കേണ്ടി വന്നു. അവരുടെ മികച്ച രീതിയിൽ കളിച്ചത് സായി സുദർശനാണ്. സായി സുദർശൻ 80 റൺസ് സ്വന്തമാക്കി. ക്ലസൻ 20 റൺസ്, വാഷിംഗ്ടൺ സുന്ദർ 48 റൺസാണ് സ്വന്തമാക്കിയത്. പക്ഷേ അവർക്ക് വിജയിപ്പിക്കാനായില്ല. 208 റൺസിൽ കളി ഒതുക്കാൻ മുംബൈക്കായി. മുംബൈക്ക് 20 റൺസിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചത്. അങ്ങനെ മുംബൈ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നു. ക്വാളിഫൈയിൽ ഞായറാഴ്ച പഞ്ചാബിനെയാണ് മുംബൈ നേരിടുന്നത്. അതിനകത്ത് ജയിക്കുന്ന ടീമിന് നേരെ ഫൈനലിലേക്ക് ബാംഗ്ലൂരുമായിട്ടാണ് കളി വരുന്നത്. അപ്പോൾ ഇനി വീറും വാശിയും തന്നെയായിരിക്കും മത്സരങ്ങൾ കാണാൻ സാധിക്കും. പഞ്ചാബിനും ഒരു കിരീടം ലഭിച്ചിട്ടില്ല, അതുപോലെ തന്നെ ബാംഗ്ലൂരും. ഫൈനലിൽ പഞ്ചാബും ബാംഗ്ലൂരും വരാണെങ്കിൽ ഒരു തീ പാർന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചു. ഇരു ടീമുകൾക്കും കപ്പ് ലഭിക്കാത്ത ടീമുകളാണ്. മുംബൈ പുറത്തായിട്ട് ബാക്കി 2 ടീമും കയറാണെങ്കിൽ മത്സരം കൊഴുക്കും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അതുപോലത്തെ ഡെയിലി ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തോട്ടിരിക്കണം. ബൈ.